ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്, അതായത് ഭരണഘടന അല്ലേ. ഈ വരുന്ന എക്സാമിന്, അതായത് CPO വരുന്നുണ്ട്, അതുപോലെ തന്നെ വുമൺ CPO, IRB, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, പിന്നെ കുറേ മെയിൻസ് എക്സാമുകളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഭരണഘടന. അപ്പോൾ ഭരണഘടന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ തന്നെ ഈ CPO, വുമൺ CPO, IRBക്കൊക്കെ 8 മാർക്കിനോളം ഭരണഘടനയിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ബാക്കി മെയിൻസ് എക്സാമുകളിലെല്ലാം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയുടെ മോക്ക് ടെസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് വായിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ആൻസർ കൂടി കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നോക്കി പോവുക. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല, എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രത്യേകതകളിൽ പെടുന്നവ ഏത്? താഴെ പറയുന്നവയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രത്യേകതകളിൽ പെടുന്നവ ഏത്? 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമേകി. 2. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുകയും പകരം ഒരു കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു. 3. സംസ്ഥാനങ്ങളുടെ സ്വയംഭരണം നിർത്തലാക്കി. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? താഴെ പറയുന്നവയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രത്യേകതകളിൽ പെടുന്നവ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇതിൻ്റെ ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമേകിയല്ലേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രത്യേകതയാണത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുകയും പകരം ഒരു കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രത്യേകതകളിൽ പെടുന്നവയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് പ്രചോദനമേകി, അതുപോലെ പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുകയും പകരം ഒരു കേന്ദ്രീകൃത ദ്വിഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, പൗരത്വവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. ഭരണഘടനാ വകുപ്പ് 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 5 പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. 3. പൗരത്വത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് സുപ്രീം കോടതിക്കാണ്. അപ്പോൾ ഇതിലേത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആൻസറിലേക്ക് കിടക്കാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി 1 ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. എന്താണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത്? ഭരണഘടനാ വകുപ്പ് 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അല്ലേ. അത് ശരിയാണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഭരണഘടനാ വകുപ്പ് 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്നാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് തെറ്റ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 5 പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 2 ആണല്ലേ. 2, ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാനുള്ള കാരണം എന്താണ്? പൗരത്വത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് സുപ്രീം കോടതിക്കാണോ? അല്ല. ആർക്കാണ് അധികാരമുള്ളത് എന്നുള്ള കാര്യം നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പൗരത്വത്തെ സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരമുള്ളത് ആർക്കെന്നുള്ള കാര്യം നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയെ യഥാർത്ഥ രീതിയിൽ ചേരുംപടി ചേർക്കുക. 1. ഓഗസ്റ്റ് ഓഫർ. ഇപ്പോൾ 1, 2, 3, 4 ആയിട്ട് തന്നിരിക്കുന്നത് ഓഗസ്റ്റ് ഓഫർ, ക്രിപ്സ് മിഷൻ, വേവൽ പ്ലാൻ, ക്യാബിനറ്റ് മിഷൻ. വർഷങ്ങൾ 1942, 1946, 1945, 1940. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള രീതിയിൽ ചേരുംപടി ചേർക്കണം. അപ്പോൾ ഓരോന്നും ബന്ധപ്പെട്ടിരിക്കുന്ന ഇയറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ ചേരുംപടി ചേർക്കുമ്പോൾ ഏതായിരിക്കും ആൻസർ?
അപ്പോൾ ഇവിടുത്തെ ആൻസറിലേക്ക് ഞാൻ കിടക്കാം. നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1 D 2 A 3 C 4 B. 1 D, അതായത് ഓഗസ്റ്റ് ഓഫർ 1940 ഓഗസ്റ്റ് ഓഫർ 1940 ഓഗസ്റ്റ് ഓഫർ. അതുപോലെ 2 A ക്രിപ്സ് മിഷൻ നിലവിൽ വന്നത് 1942 ക്രിപ്സ് മിഷൻ 1942. അതുപോലെ വേവൽ പ്ലാൻ 1945 വേവൽ പ്ലാൻ നിലവിൽ വന്നത് 1945. അതുപോലെ ക്യാബിനറ്റ് മിഷൻ നിലവിൽ വന്നത് 1946. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ ഇത് ഒരുപാട് തവണ ആവർത്തിച്ചിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെയാണ്. അപ്പോൾ ഇയർ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഒന്നുകൂടി പറയാം. ഓഗസ്റ്റ് ഓഫർ 1940, ക്രിപ്സ് മിഷൻ 1942, വേവൽ പ്ലാൻ 1945, ക്യാബിനറ്റ് മിഷൻ 1946. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള മലയാളി അംഗങ്ങളെ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു 5 പേരുകൾ തന്നിട്ടുണ്ട്. അതിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള മലയാളി അംഗങ്ങളെ വേണം തിരഞ്ഞെടുക്കേണ്ടത്. 1 പട്ടം താണുപിള്ള, 2 K A മുഹമ്മദ്, 3 ആനി മസ്ക്രീൻ, 4 B പോക്കർ, 5 ദാക്ഷായണി വേലായുധൻ. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള മലയാളി അംഗങ്ങൾ? ആൻസർ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കിയേ. അപ്പോൾ ഞാൻ ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 1, 2, 3. ആരൊക്കെ? പട്ടം താണുപിള്ള, 2 K A മുഹമ്മദ്, 3 ആനി മസ്ക്രീൻ. ഈ 3 പേരുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള മലയാളി അംഗങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള മലയാളി അംഗങ്ങൾ ആരൊക്കെയാണ്? ഇവിടെ തന്നിട്ടുള്ളതിൽ പട്ടം താണുപിള്ള, K A മുഹമ്മദ്, ആനി മസ്ക്രീൻ. ഇവർ 3 പേരുമാണ് തിരുവിതാംകൂറിൽ നിന്നുണ്ടായിരുന്ന മലയാളി അംഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവർ കൂടാതെ വേറെ കുറച്ച് പേരുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. നിങ്ങൾ ആ ഒരു ഭരണഘടന എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനെ കൂടുതൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത് ചേരുംപടി ചേർക്കുക. 1 യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, 2 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, 3 ന്യൂനപക്ഷ കമ്മിറ്റി, 4 ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ബി ജവഹർലാൽ നെഹ്റു, സി സർദാർ വല്ലഭായ് പട്ടേൽ, ഡി BR അംബേദ്കർ. അപ്പോൾ ഓരോ കമ്മിറ്റികളും അതിന് നേതൃത്വം കൊടുത്തവർ അഥവാ അധ്യക്ഷന്മാർ അല്ലേ, അധ്യക്ഷന്മാരുടെ പേരുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള രീതിയിൽ ചേരുംപടി ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഞാൻ ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 1 B 2 D 3 C 4 A. 1 B അല്ലേ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു അല്ലേ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ 2 D ആണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ BR അംബേദ്കർ അല്ലേ. അത് ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് തവണ പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ളതാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ. അതുപോലെ 3 C ന്യൂനപക്ഷ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ 4 A ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കുന്ന എല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, അതും പുതിയ പാറ്റേൺ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിച്ച് തന്നെ പോവുക. അപ്പോൾ ഒന്നുകൂടി പറയാം. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ BR അംബേദ്കർ. ന്യൂനപക്ഷ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ശരിയായ പൊരുത്തം തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പം ഇതും ഓരോ ഓരോ ജോഡിയായിട്ടാണ് തന്നിരിക്കുന്നത്, ഓരോ പെയറായിട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ ശരിയായിട്ടുള്ള പെയർ ഏതൊക്കെയെന്ന് കണ്ടെത്തണം. ജുഡീഷ്യൽ റിവ്യൂ USA,
ഏകപൗരത്വം കാനഡ, പഞ്ചവത്സര പദ്ധതി റഷ്യ. അപ്പോൾ ഇത് കടം കൊണ്ടിരിക്കുന്ന അല്ലേ, ഓരോ ഇപ്പം ജുഡീഷ്യൽ റിവ്യൂ ആയാലും കടം കൊണ്ടിരിക്കുന്ന എവിടെയെന്ന് ആ രാജ്യത്തിൻ്റെ പേരാണ് നേരെ തന്നിരിക്കുന്നത്. ഓരോ രാജ്യവും ആ രാജ്യത്ത് നിന്ന് കടം കൊണ്ടതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള രീതിയിൽ ശരിയായിട്ടുള്ള പേര് ഏതെന്ന് കണ്ടെത്തണം. ഏതൊക്കെയാണ് ഇതിൽ ശരി തന്നിട്ടുള്ളതിൽ? ഇപ്പോൾ ഞാൻ ആൻസറിലേക്ക് കടക്കാം. ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1 ഉം 3 ആണ് ശരി. ഇപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ USA-യിൽ നിന്നും റഷ്യയിൽ നിന്ന് പഞ്ചവത്സര പദ്ധതിയാണ് കടം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഏകപൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടൻ ആണല്ലേ, ബ്രിട്ടൻ കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തോളണേ. കാനഡ അല്ല, ബ്രിട്ടൻ ആണ്. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയിൽ നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. അതുപോലെ റഷ്യയിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഏകപൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. വരുന്ന എക്സാമുകളിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. അടുത്തതും അതുപോലെ തന്നെ ആശയങ്ങളും അത് കടം കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1 റിട്ട് അയർലൻഡ്. അപ്പോൾ ഇത് പേരായിട്ടല്ല തന്നിരിക്കുന്നത്, ചേരുംപടി ചേർക്കാനാണ്. അപ്പം 1 റിട്ട്, 2 ഭരണഘടനാ ഭേദഗതി, 3 മൗലിക കടമകൾ, 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. എ അയർലൻഡ്, ബി ബ്രിട്ടൻ, സി റഷ്യ, ഡി ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള രീതിയിൽ ചേരുംപടി ചേർക്കുമ്പോൾ എങ്ങനെ വരും ആൻസർ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 ബി, 2 ഡി, 3 സി, 4 എ. 1 ബി അല്ലേ, റിട്ട് കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടൻ ആണല്ലേ, ബ്രിട്ടൻ. അപ്പോൾ ഈ ബ്രിട്ടൻ എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അതിനകത്തൊരു റിട്ട് എന്നൊരു വാക്ക് ഫോം ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക, ബ്രിട്ടൻ. ആ ബി കഴിഞ്ഞാൽ പിന്നെ ഒരു റിട്ട് എന്നല്ല ഒരു വാക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റിട്ട് കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതൊരു പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അങ്ങനെയൊക്കെ കോഡ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പം റിട്ട് കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അതുപോലെ 2 ഡി അല്ലേ, ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കേട്ടോ. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അതുപോലെ 3 സി മൗലിക കടമകൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അതുപോലെ 4 എ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ റിട്ട് ബ്രിട്ടൻ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക, മൗലിക കടമകൾ റഷ്യ, മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഒന്ന്, സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയ വർഷം 1978. 2, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശമായിരുന്നതും നിലവിൽ നിയമാവകാശം മാത്രമായി ഭരണഘടനയിൽ ഉൾപ്പെട്ടതുമായ അവകാശം. 3, 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം നിയമാവകാശമാക്കി മാറ്റിയത്. ഇപ്പോൾ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് തെറ്റ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 ആണ് തെറ്റ്. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റ്. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയ വർഷമാണ് 1978. ഒന്നാലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷനായി പോകും. പലരും ഇത് തെറ്റായിട്ട് മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഈ സ്വത്തവകാശം മൗലികാവകാശം 1978 കേൾക്കുമ്പം പെട്ടെന്ന് അങ്ങ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിചാരിക്കും. അപ്പം ശ്രദ്ധിക്കേണ്ടത് സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയ വർഷമല്ല, നീക്കം ചെയ്ത വർഷമാണല്ലേ. സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത വർഷമാണ് 1978. അപ്പോൾ നമുക്കറിയാം സ്വത്തവകാശം ആദ്യം മൗലികാവകാശമായിരുന്നു നിലവിൽ വരുമ്പോൾ. എന്നാൽ 1978 സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് അത് പിന്നീട് നിയമാവകാശമാക്കി മാറ്റി അല്ലേ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ, ഉൾപ്പെടുത്തിയ വർഷമല്ല, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത വർഷമാണ് 1978. അതുപോലെ 2ാമത്തെ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതുകൂടി നമുക്കൊന്ന് നോക്കി പോവാം. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശമായിരുന്നതും നിലവിൽ നിയമാവകാശം മാത്രമായി ഭരണഘടനയിൽ ഉൾപ്പെട്ടതുമായ അവകാശമാണ് ഏത്?
സ്വത്തവകാശം അല്ലേ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശമായിരുന്നു. എന്നാൽ ഈ 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം അത് പിന്നീട് മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത് നിയമാവകാശമാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ നിലവിൽ അതൊരു നിയമാവകാശമാണ് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണത്. അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം നിയമാവകാശമാക്കി മാറ്റിയത്. അതും ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം നിയമാവകാശമാക്കി മാറ്റിയതെന്നൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, 44 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം നിയമാവകാശമാക്കി മാറ്റിയത്. ഇപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് തെറ്റ്. ഓക്കെ, ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇത്. ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ ഇന്ന് പഠിച്ച ഈ 8 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് പഠിച്ച 8 ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന എക്സാമുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഉണ്ടായിരിക്കും കേട്ടോ. വരുന്ന ക്ലാസ്സുകളിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഉണ്ടായിരിക്കും. എന്തായാലും പഠിക്കുക, എല്ലാവരും വീഡിയോ കണ്ട് പഠിക്കുക. ഇപ്പം വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് എന്താണെന്നുള്ള കാര്യം കൂടി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും പോസിറ്റീവായിട്ടുള്ളതായാലും നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് ആയാലും നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.